ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീറ്റ് പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ്. ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് കാണിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ അരിപ്പത്തിരി ഉണ്ടാക്കുന്ന ആ ഒരു പ്രസ്സിലാണ് ഈ ഒരു പൊറോട്ട റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഗോതമ്പ് മാവ് വെച്ചിട്ടായതുകൊണ്ട് മൈദ യൂസ് ചെയ്യാത്തവർക്കും ചെയ്യാവുന്നതാണ്. ഞാൻ പക്ഷേ ഇതിൽ കുറച്ച് മൈദ ചേർത്തിട്ടുണ്ട്. അതൊഴിവാക്കിയിട്ട് അതിന് പകരവും ഗോതമ്പ് മാവ് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഈസി ആയിട്ടുള്ള ഒരു പൊറോട്ടയാണിത്. അപ്പോൾ ഹംലൂസ് കിച്ചൻ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണോട് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഈ പൊറോട്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഗോതമ്പ് മാവ് ഒന്ന് വെയിറ്റ് നോക്കിയിട്ട് കാണിക്കുന്നുണ്ട്. ഓരോരുത്തരും വെയിറ്റിൻ്റെ ഒരു എത്രയാണ് വെയിറ്റ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊരു കപ്പ് എന്ന് പറയുന്നത് ഒരു 158 ഗ്രാം ഉണ്ട്. എൻ്റെ ഈ ഒരു കപ്പിൽ ഞാൻ എടുത്തിട്ടുള്ളത് 250 ml ഒരു കപ്പിലാണ്. അപ്പോൾ 2 കപ്പ് ഗോതമ്പ് മാവും 1 കപ്പ് മൈദ കൂടി ചേർക്കുന്നുണ്ട് ഇതിലേക്ക്. പിന്നീട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഗോതമ്പ് മാവ് കൂടി ചേർക്കുന്നുണ്ട്. അത് നമ്മൾ ഈ മാവൊന്ന് അയച്ചെടുക്കുന്ന സമയത്ത് ഒന്ന് ചേർക്കാനാണ്, കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു സോഡാപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് ഒരു നുള്ളു ചേർത്തിട്ടുണ്ട്. ഇത് ഗോതമ്പ് മാവ് ആയതുകൊണ്ട് ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് കൂടി പോരുത്, ഒരു നുള്ളു മാത്രം മതി. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് ഇതിന് പകരമായിട്ട് പാല് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു 2-3 ടേബിൾ സ്പൂൺ പാല് ചേർത്തിട്ട് അതിലേക്ക് ബാക്കിയുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ വെള്ളമൊക്കെ ചേർക്കുമ്പം നോക്കിയിട്ട് കുറേശ്ശെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് ഒരു ചെറിയ ചൂടുള്ള വെള്ളമാണ് വേണ്ടത്. ഗോതമ്പ് മാവ് ആയതുകൊണ്ട് ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ചൂട് കൂടി പോകരുത്. നമ്മൾ കൈ തൊട്ട് നോക്കുമ്പോൾ ഒരു ചൂടുണ്ടെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ 1 കപ്പാണ് ആദ്യം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. കുറേശ്ശെ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം, മൊത്തത്തിൽ ചേർത്ത് കൊടുക്കണ്ട. 1 കപ്പ് ഫുള്ളായിട്ടും ചേർത്തിട്ടുണ്ട്. ഇവിടെ ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ വെള്ളം ചേർത്തിട്ടുള്ളത് 1 കപ്പും 3 ടേബിൾ സ്പൂണുമാണ്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓരോ കപ്പളവും നിങ്ങളിപ്പോൾ എടുക്കുന്ന കപ്പിൻ്റെയൊക്കെ അളവനുസരിച്ചിട്ട് കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് വെള്ളം ചേർക്കുമ്പോൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനെന്ന് പറയുന്നത്. ഇതിനി കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റാക്കി എടുക്കാം. ഇതിങ്ങനെ സോഫ്റ്റാക്കി എടുക്കുന്ന സമയത്ത് ഒരു 1/4 കപ്പ് മൈദ കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് ഞാൻ ഇതിനു മുമ്പ് പൊറോട്ടയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, മൈദ വെച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോയിട്ടുണ്ടെന്നും പറഞ്ഞ് കുറേ പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ലെങ്ത് കൂടുന്നത് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ ഇതിന് ഞാൻ മാക്സിമം വീഡിയോ ലെങ്ത് കുറയ്ക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ടും കാണാമല്ലോ. അപ്പം വീഡിയോ ലെങ്ത് കൂടിപ്പോയെന്ന് തോന്നുന്നവർക്ക് സ്കിപ്പ് ചെയ്തിട്ട് കാണാം. ഇതേപോലെ കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഒന്ന് സോഫ്റ്റാക്കി എടുക്കാം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിനി ഒരു ബൗളിലേക്ക് വെച്ചിട്ട് കുറച്ച് എണ്ണ ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണൊക്കെ മതി ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഡ്രൈ ആവാതിരിക്കാൻ. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ ഇത് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ ഒരു 1/2 കപ്പ് ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ഇതിലേക്കൊക്കെ ഉപയോഗിക്കുന്നത് അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ പൊറോട്ട ആകുമ്പോൾ കുറച്ചൊക്കെ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പൊറോട്ടയുടെ കറക്റ്റായിട്ട് ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടൂ.
ഇതിൽ നിന്ന് ബോൾസ് ആക്കി എടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന പോലെ തന്നെ വെറുതെ കുറച്ച് മാവ് എടുത്തിട്ട് ബോളാക്കി എടുക്കാം. അപ്പോൾ പൊറോട്ട എത്രത്തോളം വലിപ്പം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ബോൾസ് ആക്കി എടുത്താൽ മതി. ഈ ഒരളവിൽ ഞാനൊരു 13 പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് നല്ല വലിപ്പമുള്ള പൊറോട്ടയാണ് ചെയ്തിട്ടുള്ളത്. ചെറിയ പൊറോട്ട ഒക്കെ ആണ് ആക്കുന്നതെങ്കിൽ ഒരു 15-16 കിട്ടും. അപ്പോൾ ഇതിനായിട്ട് ഞാൻ പ്രസ് എടുത്തിട്ടുണ്ട്. ഈ പ്രസ്സിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് പ്രസ്സിലേക്ക് നമ്മൾ എന്ത് പ്രസ് ചെയ്തെടുത്താലും ഈസിയാണ് ചെയ്യാനായിട്ട്. ഒരുപാട് ബലമൊന്നും വേണ്ട. ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ നല്ലപോലെ കുറച്ചൊന്ന് പരന്ന് കിട്ടും. എന്നിട്ട് 2-3 എണ്ണം പരത്തിയെടുത്തിട്ട് പിന്നീടാണ് പൊറോട്ടയുടെ ഷേപ്പ് ആക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി ഈസി ആയിരിക്കും. കുറച്ചൊന്ന് പരത്തി ഇങ്ങനെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിരിക്കും. ഇനി ഈ ഓരോ ഒന്നായിട്ട് എടുത്തിട്ട് ഇതേപോലെ കൈകൊണ്ടൊന്ന് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മൾ പൊറോട്ട വീശിയെടുക്കുന്ന പോലെ തന്നെ വരും. നല്ല നൈസായിട്ട് തന്നെ ഇങ്ങനെ സ്പ്രെഡാക്കി എടുക്കാൻ പറ്റും. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് സൺഫ്ലവർ ഓയിൽ മാത്രമേ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളൂ. നെയ്യും ഡാൽഡയൊക്കെ മിക്സ് ചെയ്തിട്ട് സൺഫ്ലവർ ഓയിലുമായിട്ട് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സോഫ്റ്റ് ആവും. അതിലേക്ക് കുറച്ച് മാവ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഗോതമ്പ് മാവ് തന്നെയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ലെയറൊക്കെ ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിയെടുക്കാം. കറക്റ്റ് നമ്മൾ വീശിയെടുക്കുന്ന ആ പൊറോട്ടയുടെ അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. കുറച്ച് എണ്ണ ഒന്ന് അതിൻ്റെ മുകളിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഓരോന്നും ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് വലിക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് തന്നെ നമ്മൾ വീശിയെടുക്കുന്ന പോലെ തന്നെ സ്പ്രെഡായി കിട്ടും. അപ്പം ഞാനിതെല്ലാം പൊറോട്ടയുടെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉടനെ തന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഓരോന്നായിട്ട് ഇതേപോലെ പ്രസ്സിലേക്ക് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരുപാട് ബലമൊന്നും ഇല്ലാതെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ പൊറോട്ടയുടെ കനമൊക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കനം കുറവ് മതിയെങ്കിൽ അതനുസരിച്ച് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ ഒരു അയണിൻ്റെ തവ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. പൊറോട്ട ഓരോന്നായിട്ട് ഇതേപോലെ ചുട്ടെടുക്കാം. അപ്പോൾ ഒരു സൈഡൊന്ന് ആയി വരുമ്പോൾ മുകളിൽ കുറച്ച് ഓയിൽ കൂടി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഓയിലൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ പൊറോട്ട ഡ്രൈ ആയിട്ടിരിക്കും. ഒട്ടും സോഫ്റ്റായിട്ട് കിട്ടില്ല. 2 സൈഡും നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 2 സൈഡ് ആവുമ്പോൾ തന്നെ ഇതിൻ്റെ ലെയറൊക്കെ ഇങ്ങനെ വിട്ടു വരാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതിനി 2-3 എണ്ണം ആകുമ്പോൾ ഒന്ന് അടിച്ചിട്ട് എടുക്കാം. പൊറോട്ട 2-3 എണ്ണം അടുക്കി വെച്ചിട്ട് അടിച്ചെടുക്കുമ്പോൾ ഒന്നുകൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഓരോന്നായിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ചുട്ടെടുക്കാം. എന്നിട്ട് ഇതുപോലെ അടുക്കി വെച്ചിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് അടിച്ചാൽ മതി. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല സോഫ്റ്റായിട്ടാണുള്ളത്. നമ്മളത് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേപോലെ തന്നെയാണ് ഈ പൊറോട്ട വന്നിട്ടുള്ളത്. അതുപോലെ ഇത് വീറ്റ് ഫ്ലോർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ല്. Thank you.